സാറേ, ഈ പൊളിറ്റിക്സിനെ പറ്റി വളരെ പെരിഫറൽ മാത്രം അറിവുള്ള ഒരു ആളെന്ന രീതിയിൽ ചോദിക്കുമ്പോഴേ, അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറിന് കിട്ടുന്ന ഒരു കാശ് എന്ന് പറയുന്നത് ഒരു 8,000 സംതിങ് ഒരു മാസം എന്ന് പറയുന്നുള്ളത്, ഇതൊക്കെ ശരിക്കും നല്ലൊരു എമൗണ്ട് ആയിട്ട് ഉണ്ടെങ്കിൽ ഇത് ചെറുപ്പക്കാരെ ഒരു 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 പ്രൊഫഷനായിട്ട് ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങാമെന്ന് തോന്നാൻ അങ്ങനത്തെ ആൾക്കാർ വരാൻ സാധ്യതയില്ലേ? അല്ല, രണ്ട് രീതിയിൽ പറയാം. 8,000 എന്നുള്ളത് കൂട്ടിയാലും എത്ര വരെ കൂട്ടാവുന്നുള്ളത്. ഒരു MLA-ക്ക് 50,000 52,000 ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ എനിക്കറിയില്ല. ഞാൻ ഇതായിരുന്ന സമയത്ത് 42,000 ഉള്ളായിരുന്നു. കൂടി ചില പേർക്സും എല്ലാം കൂടെ ചേർത്ത് വാഹനത്തിനുള്ള ഫ്യൂവലിനുള്ള ഇതെല്ലാം കൂടെ ചേർത്താലും കുറെ കൂടെ വരും. കുറച്ച് അലവൻസുകളുണ്ട്. പക്ഷെ അതൊന്നും ടേക്ക് അവേ ആയിട്ട് വരുന്ന, അതൊക്കെ ചെലവിന് വരുന്ന കാര്യമാണ്. അതായത് ഇതിന് വലിയ റിഫോംസ് വേണം എന്നുള്ള ഒരു ഭാഗത്ത് പറയുമ്പോഴും മനുഷ്യന് ആർക്കെങ്കിലും ഇത്ര കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇല്ല, അല്ല, പക്ഷേ അതും നമ്മൾ PSCക്ക് വേണ്ടി ഇത്രയും ആൾക്കാർ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവർ ആ ഒരു ഓപ്ഷനും കൂടി എടുക്കൂലേ എന്നുള്ളതാണ്. ശരിയാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന കുറെ സമയം നിങ്ങൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞത് PSCക്ക് വേണ്ടി ആസ്പയർ ചെയ്തു, പഠിക്കുന്നു, ടെസ്റ്റ് പാസ്സാകുന്നു, സർക്കാർ ജോലിയിൽ കയറുന്നു. ജോലിയിൽ കയറിയിട്ട് നല്ലൊരു ശതമാനം കറപ്റ്റ് ആകുന്നില്ല. അതാണ് ഇവിടെ വെച്ച് അത് ഇത്രയും മതി എന്നുള്ളൊരു ചിന്ത എങ്ങും വരുന്നില്ലല്ലോ. ഇതിലും കൂട്ടിയാലും കുറച്ചു പേര് വരുമെങ്കിലും അതിനോടനുബന്ധിച്ച് കറപ്ഷൻ അവിടെ ഇല്ലാതാകുമോ? ഇവരിപ്പോ ഈ താഴെക്കടയിലൊന്നും ഈ പറയുന്നത് പോലെ ഈ 8,000 രൂപയ്ക്ക് ആർക്കും ജീവിക്കാനൊക്കത്തില്ലെന്ന് നമുക്കറിയാം. അതറിയാം. പക്ഷെ സ്വാഭാവികമായിട്ട് അവരെ വേറെ സോഴ്സ് കണ്ടുപിടിക്കണ്ടേ? സ്വാഭാവികമായിട്ട് മറ്റൊരു വരുമാന സ്രോതസ് ഇല്ലാതെ ഒരു പൊളിറ്റീഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്.